എന്താന്ന് വെച്ചാൽ എന്റെ നമ്പർ എന്തിനേക്ക് എന്നെ ഇതിലേക്ക് വിളിച്ചത് ഓക്കെ. എന്റെ ഇതിൽ ഇന്ന് രാവിലെ മുതൽ വരുന്ന ഇന്നലെ രാത്രി മുതൽ വരുന്ന കോൾസ് ആണ്. ഇതെന്താ സംഭവം? ഞാൻ എന്തിനാ ഇതില് ഈ ലോകത്തുള്ള എല്ലാരും പിടിച്ചിടും. അതല്ല, അത് നീ പറഞ്ഞതാക്കണ്ട. ഞാൻ ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്റെ നമ്പർ ലീക്ക് ആക്കി ഡിലീറ്റ് ആക്കാൻ. എനിക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനുള്ള സമയം എനിക്കില്ല. മനസ്സിലായി? എനിക്ക് എത്ര ബിസിനസ്സാണ് മിസ്സാന്ന് അറിയോ? എനിക്ക് എന്തെല്ലാം എനിക്ക് എത്ര വേണ്ടപ്പെട്ട കോൾസ് ഇതും മിസ്സായ നീ നമ്പർ ലീക്ക് ആയ കാരണം. ഓനോട് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അവൻ കണ്ടിട്ടില്ല. ഞാൻ വിളിക്കട്ടാ, ഡിലീറ്റ് ആക്കാൻ പറ. എന്റെ നീയുമായിട്ട് പ്രശ്നം നിന്റെ നമ്പർ ഇവരെ കൈ കിട്ടിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇവ എന്തിനാ ഇവ എവിടെയെങ്കിലും മറ്റേ കട്ടിലടിക്കാൻ. നിങ്ങൾ ഇത് കാണുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇവനുമായിട്ട് നമ്പർ ലീക്ക് തെറിവിളി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തീർക്കുക. ഇതൊന്നും ഞാൻ ഹെഡ്സെറ്റിൽ മറ്റേ ഇപ്പൊ ഞാൻ പറയുന്നത് ഹെഡ്സെറ്റിൽ ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവനെല്ലാം പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, എന്റെ ലൈവില് ഞാൻ ഈ കേസ് വിട്ടതാണ്. ഈ ഷാജാനിക്ക, ഈ കുഞ്ഞമ്മാണ്ടിക്കാട്, ഈ അൻസിഫ്, പിന്നെ കുറെ ഇങ്ങനെ നീലക്കുയില് ഇങ്ങനത്തെ ഈ കോൺട്രവേഴ്സി സംഭവം ഞാൻ വിട്ടതാ. 2026 ഈ പരിപാടി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ച. ഈ ഇതെന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ പെർമിഷൻ കൊടുക്കാത്ത വെച്ചാൽ എൻ്റെ ലൈവിൽ ഇങ്ങനത്തെ കോൺട്രവേഴ്സികളും തെറിവിളികളും ഇങ്ങനത്തെ ഫാമിലി ഫ്രണ്ട്ലി അല്ലാത്ത ഒരു കാര്യം എൻ്റെ ലൈവിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഇവരെ എൻ്റെ ലൈവിൽ നിന്ന് ഞാൻ വിലക്കിയത് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനും ഇങ്ങനത്തെ ഇതാക്കാനും. ഓക്കെ. പിന്നെ ഇവരെ ലൈവിലേക്ക് ഇപ്പൊ ഷമീറിനായാലും റാംബോനായാലും മമ്മൂൻ്റെ ആയാലും ഇവരുടെ ലൈവിലേക്ക് ഞാൻ ഒന്നും കൈയെടുത്തിട്ടില്ല. ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവർ ചെയ്തോന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ലീക്ക് ആയിക്കോ. ഇവന്റെ ഒന്നും നമ്പർ ഒരു പട്ടിക്കും വേണ്ട. നീ നോക്കിയാ വാട്സപ്പ് നോക്കിയാ ഇതെന്താ അവസ്ഥ? ഇതെന്താ ഇത്? എടാ എനിക്ക് എത്ര വേണ്ടപ്പെട്ട ഇതാ മിസ്സാന്ന് അറിയോ? ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിൽ തീർക്കടാ. എന്റെ നമ്പർ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അറിയില്ലേ? ഞാൻ ഇതിൽ നിന്നെ പിടിച്ചിരുന്നില്ല. ഇവ എന്തിനിട്ടേന്ന് അവന്റെ അടുത്ത് ചോദിക്കണം. അല്ല ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്തെങ്കിലും ലീക്ക് ആക്കിയാ വിളിച്ചിട്ട് പറ, ഡിലീറ്റ് ആക്കാൻ പറ. എന്റെ നമ്പർ ലീക്ക് ആക്കിയത് ഡിലീറ്റ് ചെയ്യാൻ പറ. അല്ലെങ്കിൽ അത് പോയി സ്റ്റോറിന്ന് പോയി. അവ ഇന്നലെ ഇട്ട സ്റ്റോറി റീലുണ്ട്. ഓന്റെ പേജിലെ റീലില് നമ്പർ ഇതാക്കിയിട്ടുള്ളത് ലീക്ക് ആക്കിയിട്ടുള്ളത്. എന്തൊരവസ്ഥ! ഞാൻ പറയാൻ വിചാരിച്ചത് ഇന്നലെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ഞാൻ പറയാൻ കട്ട് ചെയ്യണം. ഇവ കട്ട് ചെയ്യണ്ട. ഇവ ഇത് കോൾ എടുത്താലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇവ കട്ട് ചെയ്യണം. ഞാൻ എന്താ ചെയ്യണ്ടേ? അവൻ കാണുന്നുണ്ട്. അതെ, അവൻ കാണുന്നുണ്ട്. അവൻ കട്ട് ചെയ്യണം. ഞാൻ എന്താ ചെയ്യണ്ടേ? കൈ കിട്ടിയിരുന്നെങ്കിൽ പിടിച്ചു വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് കളയൊക്കെയായിരുന്നു. അവിടെ മുത്തേ ഞാൻ കാര്യം പറയട്ടെ, ഇത് എനിക്ക് കേസ് കൊടുക്കാനും ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനുള്ള സമയം എനിക്കില്ല. മനസ്സിലാ? ഞാൻ ഈ വള്ളി വിടുത്തെന്നുള്ള സീന് മൊത്തത്തിൽ വിട്ടിട്ടുള്ളത്. ഞാൻ കാര്യം പറയാം. ഇപ്പൊ ഈ അടുത്ത് ലാസ്റ്റ് വന്നില്ല. ഞാൻ ലാസ്റ്റ് എടുത്ത വള്ളി എന്ന് വെച്ചാൽ മറ്റേ അഖിൽമാരാറിന്റെ വള്ളിയാണ്. എന്താ സംഭവിച്ചത്? ഒരു ദിവസം നമ്മൾ അടിയായി. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് അഖിൽമാരോട് പോട്ടെ നമുക്ക് നല്ലതിൽ പോകാന്നിട്ട് ഇതാക്കി. ഷാജാൻ ഖാന്റെ കേസ് 2-3 ദിവസം അടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ലൈവിൽ വന്നിട്ട് സോറി തന്തൊക്കെ വിളിച്ചത് മോശമായി പോയി പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇതാക്കി ഇത് വിടുകയാണ്. മനസ്സിലായി? എനിക്ക് ഈ വള്ളി ഇത് എനിക്കിപ്പോ സ്ട്രെയിറ്റ് ലൈനിൽ ഞാൻ പോകുന്നതാണ്. മനസ്സിലാ? നിങ്ങൾ തമ്മിൽ അടിയുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കുക. എന്റെ നമ്പറോ ഇതോ ഇതിലേക്ക് വലിച്ചയക്കരുത്. എന്തൊരു ഫുൾ സ്ക്രീൻ ഇടാൻ പറയുന്ന തൊപ്പി അഹങ്കാരോ ഒന്ന് പോയാട്ടെ. ഇത് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. നീ ഈ കാര്യം പറഞ്ഞ എന്റെ നമ്പർ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, എന്നെ ഇതിലേക്ക് വലിച്ചേക്കാണ്ടിരിക്കുക. മനസ്സിലാവും? എടുക്കണ്ടേ? ഷമീർ നാളെ ലൈവ്. ഇവര് ഇത് ഞാൻ പറഞ്ഞ ശരത്ത് ഒരു ദിവസം, റാംബോ ഒരു ദിവസം ലൈവ്, ഷമീർ ഒരു ദിവസം ലൈവ്, റാംബോ ഒരു ദിവസം ലൈവ്, ഷമീർ ഒരു ദിവസം ലൈവ്. അങ്ങനെയാണ് വരാൻ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഷമീർ ലൈവ് ചെയ്യേണ്ട ദിവസമാണ്. പക്ഷെ ഷമീറിന് ഞാൻ ഇത് മൊത്തം സെറ്റാക്കി കൊടുത്തിട്ട് ലൈവ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യുന്നില്ല. മനസ്സിലാവും? അവൻ ചെയ്യുന്നില്ല. അവനക്ക് കംഫർട്ട് ഇല്ലല്ലോ. അവനക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാനാണ് ഇഷ്ടം പോലും. അപ്പം നാളെ നമ്മളെ കോഴിക്കോട് പരിപാടിക്ക് ഷമീറിനെ കൂട്ടുന്നില്ല. ഷമീറിനെ കൊച്ചിയിലേക്ക് അയക്കുകയാണ്, വീട്ടിലേക്ക് അയക്കാം. ഷമീർ വീട്ടിൽ പോയി സ്ട്രീം ചെയ്യട്ടെ. അപ്പൊ നാളെ റാംബോ ഉണ്ടാവില്ല, മറ്റന്നാളെ റാംബോ ഉണ്ടാവും. ഓക്കെ. ഇത് ഞാനൊരു കാര്യം പറ്റേ, നമ്മ നല്ല നിന്നോടും കൂടെയാണ് ഇത് പറയുന്നത്. ഇപ്പൊ ഇത്രയും കാലമുള്ള എന്റെ കരിയറിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ടൈമിൽ നമ്മൾ പോകുന്നത്. ഷമീർ സക്സസ്ഫുൾ സ്ട്രീമറായി, 10K വാച്ചിങ് അവർക്ക് വരുന്നത്. മമ്മൂന് സിനിമയായി. നീ ഇപ്പൊ സ്ട്രീമിങ് തുടങ്ങി അത്യാവശ്യം നല്ല ഇതിൽ പോകുന്നത്. എന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഞാൻ ഹാപ്പി ആയിട്ടുള്ള സമയങ്ങളാണ്. മനസ്സിലാവും? അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറെ അടി ഇതുമായിട്ടാ. നീ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ 2026 നമുക്ക് കിക്കിന്റെ കോൺട്രാക്ട് കിട്ടാൻ പോവാ. അടുത്ത പ്ലാറ്റ്ഫോം ഇത് വരാൻ പോവാ. മനസ്സിലാവും? പൈസ വാരാം. അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. വെറുതെ വള്ളിയും പറയും ടൈം വേസ്റ്റ്. ഷമീർ ഡെയിലി ലൈവ്. ഷമീർ ലൈവ് ചെയ്യോളാം. ഷമീർ നാളെ എന്താ ലൈവ് ചെയ്യും? ഇതെന്താ
എന്താണ് തൊപ്പി ഇത് സ്ട്രോങ് ആയി പറയും? എന്താടാ അവൻ കാര്യമായിട്ട് പറഞ്ഞ? അവൻ അത്രയും കോൾ പറഞ്ഞു, ഒരു കോൾ പോലും ചെയ്യാൻ പറ്റുള്ളതാ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. നീ നോക്കിയേ, എനിക്ക് ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത എന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇത്ര ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ബോട്ടിമിൽ ഇതിലുമായിട്ട്. അതെ, വാട്സപ്പിലുള്ള മെസ്സേജ് എല്ലാം വന്ന് അവന് അത്യാവശ്യമായിട്ട് അവനെ ഒരു ഇതും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ. ഞാൻ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ? അവനെ വിളിച്ചിട്ട് എടുക്കല്ല, കട്ട് ചെയ്ത് കളയാം. അവൻ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് സംസാരിക്കാം. വിളിച്ചിട്ട് എടുക്കല്ല, കട്ട് ചെയ്ത് കളയും. അതിൻ്റെ മോൻ ഞാൻ നോക്കട്ടെ. ഷമീർ ആൻഡ് റാംബോ ലൈവ്. എടാ ചെയ്യാം. ആദ്യം ഇങ്ങനെ പോട്ടെ. ഓരോ ദിവസമായിട്ട് പോയിട്ടെ നമുക്ക് ചെയ്യാം. എടാ റാംബോ അവന് വട്ടൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. മുത്തേ, അവന് വട്ടൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്കെന്തണ്ടി പോകാൻ പറ. അവനെ ഒന്ന് വിളിച്ചു നോക്കാം. സോൾവ് ദ പ്രോബ്ലം. ചെയ്യാം. ഇവൻ്റെ നമ്പറിൻ്റെ കേസ് ഞാൻ പറയാടാ. പക്ഷേ അത് പറഞ്ഞിട്ട് അവൻ ഡിലീറ്റ് ആക്കുമോ? അവനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിക്കാം. വെയിറ്റ് ആക്ക്. അതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഫോൺ എടുക്കല്ല, കട്ട് ചെയ്ത് കളയണം. അതിന് ബ്ലോക്ക് ചെയ്തിട്ടേക്കണേണെന്ന് പറഞ്ഞുകൂടെ 2 ബെല്ലടിച്ചിട്ട് ബിസി എന്ന് പറയണം. നോക്കട്ടെ, കോളിലോട്ട് പോകാൻ പറ്റില്ല. കോൾ വന്നുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് വിളിക്കണത്? എടാ ബാസി എന്ന് പറയണ കൂട്ടുകാരാ നീ. എനിക്കൊരു 5 മിനിറ്റ് ടൈം താ. ഞാൻ ഇതൊന്ന് വിളിച്ചോട്ട്, നീ എനിക്കൊരു 5 മിനിറ്റ് ഒന്ന് ടൈം തന്നെ. നീ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ ബോട്ടിമിൽ, നീ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ? ഒരു 5 മിനിറ്റ് എനിക്ക് ടൈമാ. വെയിറ്റ് ആക്ക്. കട്ട് ചെയ്യുന്നു. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും കട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം. അവൻ തിരിച്ച് അവൻ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം. ജി ടി കളിക്കാം. വെയിറ്റ് ആക്ക്. ഒരു മിനിറ്റ്. കോൾ പറഞ്ഞിട്ടുണ്ട്. അൻഷിഫ് വിളിക്കണം. ഹലോ, അൻഷിഫിന്റെ ഒന്ന് കൊടുക്കോ ബ്രോ? ഹലോ ബ്രോ, തൊപ്പിയാണ്. എൻ്റെ നമ്പറേ എൻ്റെ കേക്കാവോ? എൻ്റെ നമ്പർ ഇതിൽ ഇവൻ്റെ റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം റാംബോൻ്റെ നമ്പർ ആണെങ്കിൽ ലീക്ക് ആയിക്കോ, കുഴപ്പമില്ല. എൻ്റെ നമ്പർ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ. ഇവർ തമ്മിൽ തീർക്കാൻ പറ. ഒന്ന് കോൾ കണ്ടിട്ട്. അല്ല അൻഷിഫ് ബ്രോ, തൊപ്പിയാണ്. നിങ്ങൾ ഈ ശരത്തുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ശരത്തുമായിട്ട് തീർക്കണം. എൻ്റെ നമ്പർ എന്തിനാ ഈ റീൽസിലെല്ലാം എടുത്ത് ലീക്ക് ചെയ്യുന്നത്? എനിക്ക് എത്ര ബിസിനസ് ഇതിൽ മിസ്സാകുന്നെന്ന് അറിയോ? ഞാൻ വളർത്തിക്കൊണ്ടിരുന്നതെന്ന് വെച്ചിട്ട് എൻ്റെ കമാൻഡിലല്ല ഇവരൊന്നും ഇതൊന്നും ചെയ്യുന്നത്. എൻ്റെ ലൈവിൽ മാത്രമേ റൂൾസ് ഉള്ളൂ. ഇവരെ ലൈവിലൊന്നും ഞാൻ കൈ കടത്തല്ലേ. ഇവർക്ക് ഫുൾ ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവർ തമ്മിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തീർക്കണം. അതല്ല, ഈ മറ്റേ ഇതിന്റെ ലൈവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ക്ലാസ്സൊക്കെ ഈ പറഞ്ഞിട്ടില്ല. ഒരാൾ പേഴ്സണൽ സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയക്ക് ഇടരുതെന്നുള്ള പറഞ്ഞിട്ടില്ല. അൻഷിഫ് ബ്രോ, ഇതൊന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യമില്ല. എനിക്ക് അതിനുള്ള സമയമില്ല. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് കേസ് കൊടുക്കാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനോ, ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് കേസ് കൊടുക്കാനോ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനോ ഒന്നും എനിക്ക് സമയമില്ല. അവിടെ പറയുന്നത് ഞാനൊരു കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്റെ നമ്പർ ലീക്ക് ചെയ്തതിന്റെ പേരില്. ഓക്കെ നിങ്ങളെ നമ്പർ നിങ്ങളെ നമ്പർ ലീക്ക് ചെയ്തത് ആരാ? ഞാനാണോ? ഒരാൾ നമ്പർ ലീക്ക് ചെയ്താൽ അത് കേസ് കൊടുത്താൽ അതിന്റെ നിയമവശങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് കൊടുത്തതാണ് ഞാൻ കേസ്. അല്ലാതെ ഞാൻ നിങ്ങളെ ആണോ? ശരി. അപ്പൊ നിങ്ങളെ നമ്പർ ലീക്ക് ചെയ്തത് റാംബോ ആണല്ലോ. അപ്പൊ റാംബോന്റെ നമ്പർ ലീക്ക് ചെയ്തത് എന്റെ നമ്പർ ഒന്ന് അതിൽ നിന്ന് കളഞ്ഞോ? റാംബോനോട് പറയാ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയാം. ഏത് വീഡിയോ? ഇവന്റെ നമ്പർ ലീക്ക് ചെയ്യുന്ന ആ ഭാഗം ബ്ലർ ചെയ്ത് കളാം. ഓക്കെ, ഇവൻ കളഞ്ഞോളത്. ഡിലീറ്റ് ആക്കല്ല, ആ നമ്പറിന്റെ ഭാഗം ബ്ലർ ചെയ്താളെ. യൂട്യൂബിലല്ലേ? അതെ, അതങ്ങനെ ചെയ്യാൻ പറ്റും. യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിലുണ്ട്. ഇൻസ്റ്റയില് ഞാൻ ഒരു കാര്യം പറ്റാം ബ്രോ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്തോണ്ട് ഞാൻ പറയട്ടെ. ഇൻസ്റ്റയില് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ നമ്പർ കളഞ്ഞേക്കാം. നിങ്ങളെ നമ്പർ അതിൽ നിന്ന് കളഞ്ഞു തരാം. നിങ്ങൾ എന്റെ നമ്പർ അതിൽ നിന്ന് കളയണം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എനിക്ക് അത്രയും കോൾസ് എനിക്ക് മിസ്സായത് ഇത് കാരണം. മനസ്സിലായോ? ഹലോ
കേക്കാവോ? ആ ഭാഗം ട്രിം ചെയ്ത് കളയുക. ആ കളയിപ്പിച്ചോളാം. എന്റെ ഇപ്പൊ തന്നെ ഒന്ന് കളാം, എന്റെ ഇപ്പൊ തന്നെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളാം. അങ്ങനെയല്ല, ഞാൻ പൊട്ടനല്ല തൊപ്പി, ആദ്യം മനസ്സിലാക്കി. ബ്രോ ഞാൻ നിങ്ങളെ പോലെ, ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഞാൻ നിങ്ങളെ ഗ്യാങ്ങിനെ പോലെ ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരുത്തനല്ല ബ്രോ. ഞാനൊരു വാക്ക് പറഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല, മനസ്സിലായോ? ഞാൻ ഒരു വാക്ക് പറഞ്ഞ അങ്ങനെ നാളെ പറ്റിക്കാനൊന്നും നിൽക്കൂല. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം നിങ്ങളാണ് സ്പ്രെഡ് ചെയ്തത്. ഈ അത് ട്രിം ചെയ്താൽ മാക്സിമം എന്തായാലും ഒരു 3 മണിക്കൂറെങ്കിലും അത് പ്രോസസിംഗിൽ കിടക്കും. എനിക്കറിയാം, ഞാൻ ട്രിം ചെയ്യാത്ത ആളൊന്നുമല്ല. ചെയ്യുന്നില്ല, എനിക്ക് കൺഫേം ആയി കഴിഞ്ഞാല് ഞാൻ ആ സ്പോട്ടിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ശരി, ഞാൻ ഇപ്പൊ അയക്കാം. ഞാൻ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഒന്ന് നോക്ക്. ശരി, വിഷയം ഉണ്ടാക്കിയത് തന്നെ ഈ തൊപ്പിന്റെ. അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല ബ്രോ, അത് നിങ്ങൾ തമ്മിൽ എന്താ വെച്ചാൽ ചെയ്തോ. ഓക്കെ, ശരി എന്നാ പോയി. എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൂടെ ഉള്ള ഒരു വള്ളി പിടിക്കുമ്പോഴേ ആ വള്ളിക്കെട്ടിന് ഈ സാക്ഷിയാവേണ്ടി വരും. ബ്രോ ഇതൊന്നും ബ്രോ എന്നെ ഉപദേശിക്കേണ്ട കാര്യമല്ല, ഇത് നമ്മളെ കാര്യമല്ല, നമ്മൾ നോക്കിക്കോളാം. ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഓക്കെ, എന്നെ ഉപദേശിക്കാനുള്ള ആളൊന്നും ഞാൻ ആയിട്ടില്ല, പക്ഷെ എന്റെ നമ്പർ പറഞ്ഞതേ അത് ഞാൻ ഡിലീറ്റ് ആക്കിക്കോ, എന്നിട്ട് ഞാൻ എന്റെ ഡിലീറ്റ് ആക്കും. ഓക്കെ, ഡീല് ക്ലോസ്. ശരി, ഇതെന്താ എന്താ പറയുന്നത്, എത്ര പരിപാടികൾ മിസ്സായെന്ന് അറിയോ? എത്ര കോൾസ്. എനിക്കറിയാം. ഈ അടുത്ത ഈ മാസം വരുന്ന എല്ലാ പരിപാടികളുടെയും കോൾസ് ഇതിന്റെ ഇടയിൽ മിക്സ് ആയിട്ടാ വന്നത്. അതെ, എനിക്കറിയാം. ഇതെന്താ എല്ലിടുന്ന ബ്രോ? അൻഷിഫ് ഹാറ്റ് പുട്ട് ഹിസ് നമ്പർ ഇൻ ഹിസ് ബയോ. അത് അറിയാടാ. ഇതിപ്പോ അതിന്റെ നമ്പർ പറഞ്ഞ ഭാഗം നമുക്ക് ഇതാക്കി കളയാം, ബ്ലറാക്കി കളയാം.